നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഒരു ഒന്നൊന്നര മോട്ടോർ സൈക്കിളാണ്. ലോകത്ത് തന്നെ ഈ മോട്ടോർ സൈക്കിൾ ഇന്ന് വെറും 13 എണ്ണം മാത്രമാണ് അവശേഷിക്കുന്നത്. അതിൽ റണ്ണിംഗ് കണ്ടീഷനിലുള്ള ഒരേ ഒരെണ്ണം നമ്മുടെ മാവേലിക്കരയിലാണുള്ളത്. ഏതായാലും നമുക്ക് പരിചയപ്പെടാം. ദ ഹീറോ ഓഫ് സെക്കൻഡ് വേൾഡ് വാർ ബ്രിട്ടീഷ് മോട്ടോർ സൈക്കിളായ നോർമാൻ MK90. I'm changing who I am. I'm making a new plan, rearranging my life and I won't look back ever again. You ain't see me activated. You better hope that you never see me agitated. I think about my actions, plan them out, evaluated. That's how I end up on the top, man, I'm calculated. ഇത് നമ്മുടെ ഇവിടെ ഒരു പഴയ വണ്ടിയാണ്, നോർമാൻ എന്ന് പറയും. കുറേ പേര് ഫേസ്ബുക്കിലൂടെ ഇൻസ്റ്റാഗ്രാമിൽ വണ്ടി കണ്ടിട്ടുണ്ട്. ഇത് ആക്ച്വലി 1945 മോഡൽ ഒരു ബൈക്കാണ്. രണ്ടാം ലോക മഹായുദ്ധ കാലത്തേക്ക് ഇറക്കിയ ഒരു വണ്ടിയാണ്, ബ്രിട്ടീഷ് വണ്ടിയാണ്. എൻ്റെ ഇപ്പോൾ ഈ വണ്ടി എത്തിയിട്ട് ഒരു 10 വർഷക്കാലം ആവുന്നു. പക്ഷേ ഈ ഒരു അവസ്ഥയിലായിരുന്നില്ല. നമ്മൾ റീസ്റ്റോർ ചെയ്ത് റണ്ണിങ് ആക്കി എടുത്തതാണ്. നമ്മുടെ സുഹൃത്ത് വിജേഷ്, അവൻ കുറേ കഷ്ടപ്പെട്ട് കുറേ പാർട്സ് ഉണ്ടാക്കിയെടുത്താണ്. ഈ മീറ്റർ ആയാലും സീറ്റ് ആയാലും ഇതെല്ലാം ഹാൻഡ് മെയ്ഡ് ഫൈബർ കൊണ്ട് ഉണ്ടാക്കിയാണ്. എഞ്ചിൻ്റെ കുറച്ച് പാർട്സ് ലേത്തിലുണ്ടാക്കിയെടുത്ത്. കാരണം ഈ വണ്ടി ഭയങ്കര റെയറാണ്. ഇന്ത്യയിൽ തന്നെ ഇത് സിംഗിൾ പീസാണ് റണ്ണിങ്, ഒറ്റ വണ്ടിയേ ഇന്ത്യയിലുള്ളൂ. ലോകത്ത് തന്നെ ഒരു 13 വണ്ടി അവശേഷിക്കുന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഒരു ക്ലബ്ബ് ഇംഗ്ലണ്ടിലുണ്ട്, നോർമാൻ ഡേറ്റിംഗ് ക്ലബ്ബ് എന്ന് പറയും. ഇംഗ്ലണ്ടിലെ കെൻ്റ് എന്ന സ്ഥലത്താണ്. ആ ക്ലബ്ബിലും ഞാൻ അംഗമാണ്. അപ്പോൾ അവരും അയച്ചു തന്ന കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ വെച്ചിട്ടാണ് നമ്മളിത് റീസ്റ്റോർ ചെയ്തെടുത്തത്. അപ്പോൾ ഇതിൻ്റെ റണ്ണിങ് വീഡിയോസ് നമ്മൾ അവർക്കും അയച്ചു കൊടുത്തിട്ടുണ്ട്. അവർക്ക് ഒരുപാട് സന്തോഷമായി. കാരണം പഴയ വണ്ടികൾ പ്രിസർവ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഒരു മനസ്സിന് സന്തോഷമുള്ള കാര്യമാണ്. ഈ വണ്ടി ഇപ്പം ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ലോകത്ത് തന്നെ 13 എണ്ണം അവശേഷിക്കുന്നുള്ളൂ. അത് 2 എണ്ണം ഇംഗ്ലണ്ടിലുണ്ട്, ഒരെണ്ണം ഓസ്ട്രേലിയയിൽ മ്യൂസിയത്തിൽ വെച്ചിട്ടുണ്ട്, ഒന്ന് ഇസ്രായേലിൽ യാരോൺ എന്ന് പറഞ്ഞ ഒരാളുടെ കയ്യിലുണ്ട്, പിന്നെ കാനഡയിൽ 2 പേരുടെ ഇപ്പോൾ ഉണ്ട്, ഒന്ന് US-ലുണ്ട്. അപ്പോൾ ഇവരോട്ടെല്ലാം നമുക്ക് ആ കോൺടാക്റ്റ് ഉണ്ട്. അതായത് ഈ ക്ലബ്ബ് വഴിയിട്ട് നമുക്ക് ഇവരോട്ടെല്ലാം ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും കോൺടാക്റ്റ് ഉണ്ട്. അപ്പോൾ അങ്ങോട്ട് ഇങ്ങോട്ട് നമ്മൾ ആ ഇൻഫർമേഷൻ അല്ലെങ്കിൽ പാർട്സ് എങ്ങനെ വർക്ക് ചെയ്തെടുത്തു എന്നുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ അങ്ങോട്ട് ഷെയർ ചെയ്യാറുണ്ട്. ഈ വണ്ടി നമ്മുടെ ഒരു ഭാഗ്യത്തിന് നമ്മുടെ കയ്യിൽ വന്ന് വീഴുന്നതാണ്. ഇത് പണ്ട് ഇത് MDT, അതായത് മദ്രാസ് രജിസ്ട്രേഷൻ, പഴയ തിരുനെൽവേലി രജിസ്ട്രേഷനാണ്. മദ്രാസിൽ വന്ന ഒരു വണ്ടിയാണ്. പണ്ട് ബ്രിട്ടീഷുകാരോ ഇവിടെ ഇന്ത്യയിൽ കൊണ്ടുവന്നത്. കാരണം ഇത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പുള്ള വണ്ടിയാണ്. അതിനുശേഷം ഇത് ഒരാൾ കേരളത്തിലെത്തിച്ചു. അവിടുന്ന് ഞാനൊരു 10 വർഷം മുമ്പ് അദ്ദേഹത്തിൻ്റെ ഞാൻ ഈ വണ്ടി വാങ്ങിച്ചതാണ്. അന്ന് വണ്ടി റെഡ് കളറായിരുന്നു. പിന്നീട് നമ്മളിത് മൊത്തം അഴിച്ച് റീസ്റ്റോർ ചെയ്ത് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചാണ്. നമ്മൾ ഇപ്പോഴത്തെ വണ്ടികളായിട്ട് നോക്കുകയാണെങ്കിൽ ഈ വണ്ടിക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. പണ്ട് സൈക്കിളായിരുന്നല്ലോ, ആ സൈക്കിളിൽ നിന്നാണ് നമ്മുടെ മോട്ടോർ സൈക്കിൾ ഇവോൾവ് ആയത്. ആ സൈക്കിൾ പോലത്തെ സ്റ്റാൻഡാണ് ഇതുണ്ടോ. സൈക്കിൾ ഇരിക്കുന്ന പോലെ നമ്മുടെ പഴയ സൈക്കിൾ ഇങ്ങനെ ലോഡ് സൈക്കിൾ എടുത്ത് വെക്കുന്ന പോലെയാണ് ഇതെടുത്ത് വെക്കുന്നത്. അതേപോലെ തന്നെ ഈ ഹബ്ബും ഫ്രണ്ടും ബാക്കും നോക്കി കഴിഞ്ഞാൽ സൈക്കിൾ ഹബ്ബ് എന്ന് പറയും. സൈക്കിളിൻ്റെ ഹബ്ബ് കൂട്ടത്തെ ഇപ്പോഴത്തെ കൂട്ടത്തിൽ ബ്രേക്ക് ഇടുന്ന ടൈപ്പല്ല. പിന്നെ ഈ വണ്ടിക്ക് വരുന്ന 19 ഇഞ്ച് വലിയ ടയേഴ്സാണ്. ഇത് 125 cc 2 സ്ട്രോക്ക് എഞ്ചിനാണ്. പക്ഷേ ട്വിൻ പോർട്ടാണ്. എന്ന് വെച്ചാൽ 2 എക്സോസ്റ്റ് പോർട്ട് കാണാം, 2 സൈലൻസേഴ്സ് സെൻട്രലി മൗണ്ടഡ്. ഈ വണ്ടിയുടെ സെൻട്രലിൽ കൂടെയാണ് സൈലൻസേഴ്സ് പോകുന്നത്. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഹാൻഡ് ഗിയറാണ്. 3 സ്പീഡ് ഹാൻഡ് ഗിയർ, ഫസ്റ്റ് താഴോട്ട് ബാക്കി 2 മണ്ടയ്ക്കോട്ട്. ഇതിന് സൂയിസൈഡ് ഷിഫ്റ്റ് ഗിയർ എന്നും പറയും. അങ്ങനെയാണ് ഇങ്ങനെ വന്ന കുറേ വണ്ടി ഉണ്ടായിരുന്നു. ജെയിംസ്, RRR സിനിമയ്ക്കകത്തൊക്കെ ഇതുപോലത്തെ കുറച്ച് വണ്ടികൾ ഫീച്ചർ ചെയ്തിട്ടുണ്ട്. വെലോസിറ്റ്, ജെയിംസ്, അങ്ങനെയുള്ള കുറച്ച് വണ്ടികളൊക്കെ. പിന്നെ അന്ന് ഹോണില്ലായിരുന്നു, ഇതായിരുന്നു അന്നത്തെ ഹോണ്. പിന്നെ ഷോക്ക് തന്നെ ഇതിന് ഡിഫറെൻറ്റാണ്. ബാക്കിൽ ഷോക്സ് ഇല്ല കേട്ടോ. ഇത് റിജിഡ് ഫ്രെയിമാണ്. നമ്മുടെ കൂട്ട് ഇപ്പോഴത്തെ വണ്ടിയോട്ട് സിങ്ങാമും ഇല്ല, ബാക്കിലെ സസ്പെൻഷൻ ഷോക്കൊന്നും ഇല്ല. പകരം ഈ സീറ്റിൻ്റെ ആക്ഷൻ മാത്രമേ ഉള്ളൂ. ഫ്രണ്ട് അതുപോലെ ഗിർഡർ ഫോക്ക് എന്ന് പറയും, വെബ്ഡ് ഗിർഡർ ഫോക്ക്. നമ്മുടെ ഡക്കിൻ്റെ, താറാവിൻ്റെ വെബ് വലിക്കുന്ന ഒരു ഫ്രെയിമും അതിൻ്റെ നടുക്കൊരു ആക്ഷനുമാണ്. ഇത് 2 ആണ് ഉള്ളത്. ഒരു 80 വർഷം മുമ്പത്തെ ടെക്നോളജിയാണ്. ആ ടെക്നോളജി നമ്മുടെ ഇന്നത്തെ ടെക്നോളജി തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. പിന്നെ ഡൈനാമിക് ഇഗ്നിഷനാണ്. ഈ ഒരു സാധനത്തിനകത്ത് ഇത് കറങ്ങും. വണ്ടി സ്റ്റാർട്ടാകുമ്പോൾ ഈ സാധനം കൂടെ കറങ്ങും. അതിനകത്തു നിന്നാണ് കറണ്ട് ജനറേറ്റ് ചെയ്യുന്നത്. ഇതാണ് ഇതിൻ്റെ എയർ ഫിൽറ്റർ. എയർ ഫിൽറ്റർ ഓപ്പൺ ചെയ്ത് വെക്കാം, ക്ലോസ് ചെയ്ത് വെക്കാം. കാർബറേറ്റർ മാത്രം ഇതിൻ്റെ ഒറിജിനൽ അല്ല, നമ്മുടെ MITയുടെ കാർബറേറ്റർ ഇതേ മൗണ്ട് ചെയ്ത് സ്യൂട്ട് ചെയ്തെടുത്തതാണ്. പിന്നെ ഈ പൈപ്പെല്ലാം കോപ്പർ പൈപ്പാണ് പെട്രോൾ ഇറങ്ങി വരുന്നത്. ബാക്കിൽ അതുപോലെ ടയർ ഇളക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് അഴിച്ചിട്ട് ഇത് ലിഫ്റ്റ് ചെയ്ത് മടക്കി ഇങ്ങോട്ട് വെക്കാം. എന്നിട്ട് ടയർ ഇങ്ങനെ പുറകോട്ട് ഉരുട്ടി എടുക്കുക ചെയ്യുന്നത്. പഞ്ചർ ഒട്ടിക്കാനോ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെയായിട്ട് എടുക്കുന്നത്. പിന്നെ ഇതിൻ്റെ
ഇതിന് ഡീകംപ്രഷൻ ഉണ്ട്. നമ്മുടെ ബുള്ളറ്റിന് പഴയ ബുള്ളറ്റിന് ഡീകംപ്രഷൻ പോലെ ഇതിനെ ലിഫ്റ്റ് ചെയ്തിട്ട് ഇപ്പോൾ ഇവിടുന്ന് എയർ വെളിയിൽ പോകും. ഡീകംപ്രസ് ചെയ്തിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ സ്റ്റോപ്പ് ചെയ്യുന്നത് ഡീകംപ്രഷനിൽ തന്നെയാണ്. നമ്മൾ ഈ വണ്ടികളൊക്കെ ഈ പഴയ വണ്ടികളൊക്കെ ഇതുപോലെ കാത്തു സൂക്ഷിക്കുന്നത് വേറെ കാണുന്നുണ്ട്. ഒരു സംഘടനയുണ്ട് നമ്മുടെ പറയുന്നത്. വണ്ടിയിൽ കാണുന്ന ടീം റെയർ എഞ്ചിൻസ് ഉണ്ട്. നമ്മൾ 2011 ഫോം ചെയ്ത് പഴയ വാഹനങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി ഫോം ചെയ്ത ഒരു സംഘടനയാണ്. പിന്നെ ഇത് വിജേഷ്, ഞങ്ങൾ രണ്ടും ടീം റെയർ എഞ്ചിൻസിൻ്റെ മെമ്പേഴ്സാണ്. ഇപ്പോൾ നമ്മളിപ്പം ഇന്ത്യയിൽ പഞ്ചാബികൾ നല്ല രീതിയിൽ വണ്ടികൾ ചെയ്യുന്നുണ്ട്, ബോംബെയിൽ ബാംഗ്ലൂരൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മുടെ കേരളം, കൊച്ചു കേരളം നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരത്തിന് തൊട്ട് കാസർഗോഡ് വരെ ഇഷ്ടംപോലെ ബൈക്കേഴ്സ് ഉണ്ട്, ബൈക്ക് പ്രേമികളുണ്ട്, വണ്ടി പ്രേമികളുണ്ട്, ക്ലബ്ബുകളുണ്ട്, ഇഷ്ടംപോലെ എഞ്ചിനീയറിംഗ് കോളേജസ് ഇപ്പം ഇതിൻ്റെ ഓട്ടോ എക്സ്പോസും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സ്നേഹവും കാര്യങ്ങളൊക്കെ എന്നും നിലനിന്ന് പോട്ടെ. കേരളത്തിലെ ബൈക്കിംഗ് കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ നമ്മുടെ റൈഡിങ് കമ്മ്യൂണിറ്റിയൊക്കെ നല്ല രീതിയിൽ തന്നെ എന്നും നിലനിന്ന് പോട്ടെ. ടാറ്റാ, ബൈ ബൈ.